ഈ കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള എല്ലാ സംസാരിക്കുന്നു അതിലേക്ക് RSS ചില ആളുകളെ പ്രത്യേകം അയക്കുകയാണ്. അങ്ങനെ RSSന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി സർവകലാശാലയുടെ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർ, അതൊരു ഭരണഘടനാ സ്ഥാപനം കൂടിയാണ്. അങ്ങനെ RSSന്റെ ആജ്ഞ നടപ്പാക്കാൻ വേണ്ടിയിട്ട് RSSന്റെ ഏജന്റായി ഗവർണർ പെരുമാറുന്നു എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ ആ ഗവർണറുടെ, ആ ചാൻസലറുടെ തീരുമാനപ്രകാരം ഇവിടെ ഇരിക്കുന്ന ഒരുത്തനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മോഹനൻ കുന്നുമ്മൽ. മോഹനൻ കുന്നുമ്മൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, RSS ഈ രാജ്യത്താകെ ഇളക്കി മറിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും കുലുങ്ങാത്ത ഒരു നാടിന്റെ പേര് കേരളം എന്നാണ്. അവിടെ 4 RSSകാരന്റെ വാക്ക് കേട്ടിട്ട് ഇവിടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ നടപടികളുമായിട്ട് ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ ഞങ്ങൾ ഇവിടെ ഈ ജലവീരങ്കിയും കുറച്ച് പോലീസ് ഏമാന്മാരെല്ലാം കണ്ടിട്ട് ഭയന്നിട്ട് ഞങ്ങളുടെ വിരുന്നു പോയി എന്നാണ്. അങ്ങനെയല്ല. കേരള സർവകലാശാല ആസ്ഥാനത്ത് വലിയ സംഘർഷമാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നുണ്ടായത്. ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചത് സർവകലാശാലയ്ക്ക് പുറത്താണെങ്കിൽ AISFന്റെ പ്രതിഷേധം സർവകലാശാലയ്ക്കകത്തായിരുന്നു. അല്പസമയത്തിനകം തന്നെ KSU പ്രവർത്തകരുടെ പ്രതിഷേധവും ഉണ്ടാകുമെന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു കേരള സർവകലാശാല എന്നുള്ളതാണ്. ആ പോര് മൂർച്ഛിക്കുകയാണ്.